ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ തങ്ങളുടേതായ മുദ്ര പതിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സൗദി അറേബ്യ. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി രാജ്യം നടപ്പിലാക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ തുടർച്ചയെന്നോണം വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ പുതിയ സൗദി വിസ പാക്കേജ് പദ്ധതിക്ക് റിയാദിൽ തുടക്കമായി കഴിഞ്ഞു. സാധാരണയായി ഒരു വിദേശ രാജ്യം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ വിമാന ടിക്കറ്റ്, ഹോട്ടൽ താമസം, വിസ എന്നിവയ്ക്കായി വെവ്വേറെ വെബ്സൈറ്റുകളെയും അതുപോലെ ഏജൻസികളെയും ആശ്രയിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ഈ പരമ്പരാഗത രീതിക്ക് വിരാമമിട്ടുകൊണ്ട് യാത്രക്കാർക്ക് തങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ബണ്ടിൽഡ് ട്രാവൽ ബുക്കിംഗ് സംവിധാനമാണ് സൗദി മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. ഈ പുതിയ സംരംഭത്തിന്റെ ആദ്യഘട്ട ആനുകൂല്യം ലഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് പ്രവാസി മലയാളി സമൂഹത്തിനും വിനോദസഞ്ചാര പ്രേമികൾക്കും ഏറെ ആവേശകരമായ വാർത്തയാണ്. യാത്രാ നടപടികൾ പരമാവധി ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് വിനോദസഞ്ചാരികൾക്ക് സൗദി എംബസി നേരിട്ട് സന്ദർശിക്കുകയോ ദീർഘനേരം കാത്തിരിക്കുകയോ ചെയ്യാതെ തന്നെ ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസ സ്വന്തമാക്കാം. നിലവിൽ സൗദി ടൂറിസം മന്ത്രാലയം, റിസർവൽ, അൽ മുസാഫിർ എന്ന 2 പ്രമുഖ സൗദി ട്രാവൽ ഏജൻസികളെയാണ് ഈ സംയോജിത സേവനം നൽകുന്നതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോർട്ടലുകൾ വഴി യാത്രക്കാർ തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള വിമാന ടിക്കറ്റും മന്ത്രാലയം അംഗീകരിച്ച ചുരുങ്ങിയ 4 സ്റ്റാർ പദവിയുള്ള ഹോട്ടൽ താമസവും തിരഞ്ഞെടുത്ത് ബുക്കിംഗ് പൂർത്തിയാക്കുമ്പോൾ തന്നെ വിസയ്ക്കുള്ള അപേക്ഷയും ഒപ്പം സമർപ്പിക്കപ്പെടും. ബുക്കിംഗ് നടപടികൾ പൂർത്തിയായി പരമാവധി 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇലക്ട്രോണിക് വിസയും ട്രാവൽ ഇൻഷുറൻസും മറ്റ് യാത്രാരേഖകളും അപേക്ഷകന്റെ ഇമെയിലിൽ ലഭ്യമാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം യാത്ര റദ്ദാക്കുകയാണെങ്കിൽ ഈ വിസ മാത്രമായി നിലനിർത്താൻ സാധിക്കില്ലെന്നും പാക്കേജ് ക്യാൻസൽ ചെയ്യുന്നതോടെ വിസയും സ്വയമേവ റദ്ദാകും എന്നുമുള്ള സുരക്ഷാ മുൻകരുതലുകളും മന്ത്രാലയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച ഈ പദ്ധതിയിൽ ഇന്ത്യയെ കൂടാതെ ജോർദൻ, ഈജിപ്റ്റ്, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കാണ് നിലവിൽ അവസരമുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഔട്ട്ബൗണ്ട് ടൂറിസം സാധ്യതകളും നിലവിലുള്ള യാത്രാ ബന്ധങ്ങളും പരിഗണിച്ചാണ് മന്ത്രാലയം ഇവരെ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഈ പാക്കേജിലൂടെ യാത്രക്കാർക്ക് 3 മാസത്തെ കാലാവധിയുള്ള സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസയാണ് ലഭിക്കുക. ഇതുപയോഗിച്ച് സൗദി അറേബ്യയിൽ എത്തുന്നവർ കുറഞ്ഞത് 2 ദിവസവും പരമാവധി 88 ദിവസവും രാജ്യത്ത് താമസിക്കാൻ അനുവാദമുണ്ട്. ഉയർന്ന നിലവാരമുള്ള ടൂറിസം വരുമാനം ലക്ഷ്യമിടുന്നതിനാൽ ഈ പാക്കേജിന് പ്രത്യേക സാമ്പത്തിക മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസത്തെ താമസവും യാത്രയും ഉൾപ്പെടുന്ന പാക്കേജിന് ഒരു മുതിർന്ന വ്യക്തിക്ക് കുറഞ്ഞത് 4000 സൗദി റിയാൽ മൂല്യമുണ്ടായിരിക്കണം. ഇതിന് ശേഷമുള്ള ഓരോ അധിക ദിവസത്തിനും കുറഞ്ഞത് 1000 റിയാൽ വീതം പാക്കേജ് മൂല്യത്തിൽ വർധനവ് വരും. എന്നാൽ യഥാർത്ഥ വിസ ഫീസും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ഉൾപ്പെടെ 402.21 സൗദി റിയാൽ മാത്രമാണ് ഈ പാക്കേജിന്റെ ഭാഗമായി വിസയ്ക്കായി ഈടാക്കുന്നത്. ഈ പുതിയ വിസ പാക്കേജ് പ്രഖ്യാപിച്ചതോടെ വലിയൊരു വിഭാഗം പ്രവാസികൾക്കും യാത്രക്കാർക്കുമിടയിൽ ഉയർന്നു വന്ന പ്രധാന സംശയമായിരുന്നു ഇതുവഴി മക്കയും മദീനയും സന്ദർശിക്കാൻ സാധിക്കുമോ എന്നത്. ഈ പാക്കേജുകളിൽ ഔദ്യോഗികമായ ഉംറ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ മക്ക, മദീന എന്നീ പുണ്യ നഗരങ്ങളിലെ പ്രത്യേക സേവനങ്ങളോ നേരിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും ഈ ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസ കൈവശമുള്ള ഏതൊരു യാത്രക്കാരനും സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ മക്ക, മദീന ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏത് പ്രദേശത്തും സ്വതന്ത്രമായി യാത്ര ചെയ്യാനും സന്ദർശനം നടത്താനും പൂർണ്ണ അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരത്തോടൊപ്പം വിശുദ്ധ നഗരങ്ങൾ സന്ദർശിക്കാനും ഉംറ നിർവഹിക്കാനും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഈ വിസ പാക്കേജ് ഒരു മികച്ച ബദൽ മാർഗമായി ഉപയോഗിക്കാവുന്നതാണ്. പരമ്പരാഗതമായ എണ്ണ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വിനോദസഞ്ചാരവും വിദേശ നിക്ഷേപവും വഴി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് സൗദി ഈ ഡിജിറ്റൽ പരിവർത്തനം സാധ്യമാക്കുന്നത്. യാത്രക്കാരുടെ സമയവും പ്രയത്നവും ലാഭിക്കുന്നതിനോടൊപ്പം ഉയർന്ന നിലവാരമുള്ള യാത്രാ അനുഭവങ്ങൾ ഉറപ്പാക്കാനും ഈ സിംഗിൾ വിൻഡോ ബുക്കിംഗ് സംവിധാനത്തിലൂടെ സാധിക്കും. വരും ഘട്ടങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളെ ഈ പട്ടികയിലേക്ക് ചേർക്കാനും വിനോദ പരിപാടികളുടെ ടിക്കറ്റുകളും സാംസ്കാരിക അനുഭവങ്ങളും കൂടി ഈ പാക്കേജിന്റെ ഭാഗമാക്കാനും സൗദി ടൂറിസം മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ആകർഷകമായ യാത്രാ കേന്ദ്രമായി മാറാനുള്ള സൗദിയുടെ പ്രയാണത്തിൽ ഈ വിസ പാക്കേജ് പദ്ധതി വലിയൊരു നാഴികക്കല്ലാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.